പ്രിയമുള്ള രക്ഷിതാക്കളെ, നമുക്കും നമ്മുടെ മക്കൾക്കും ഉപകരിക്കുന്ന ചെറിയ ഒരു ക്ലാസ്സാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുത്തഫിഫീൻ. പ്രത്യേകിച്ച് ആരംഭക്കാർക്കൊക്കെ ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, ഫുൾ സ്ക്രീനിൽ കാണുക. കാണുന്നവർക്ക് എന്ത് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കാര്യങ്ങളൊക്കെ ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويل للمطففين. ويل എന്നാണുള്ളത്. വൈലുൻ ലിൽ മുത്തഫിഫീൻ എന്ന് പറയുന്നത് വൈലുല്ലി. നിയമങ്ങളൊക്കെ നമുക്ക് പിന്നെ ഓരോന്ന് പഠിക്കാം. ഇവിടെ പ്രധാനമായും വൈലുല്ലിൽ മുത്തഫിഫീൻ. മുത്തഫിഫീൻ അല്ല, മുത്തഫിഫീൻ അല്ല, വായ നിറച്ച് പറയാം. മുത്തഫിഫീൻ. താഉം ഖാഉം പ്രത്യേകം ശ്രദ്ധിക്കാം. വൈലുല്ലിൽ അതങ്ങനത്തെ നമ്മൾ മക്കളെ കൊണ്ട് ഓദിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വൈലുൻ ലിൽ മുത്തഫിഫീൻ എന്ന് പറയും. വൈലുൻ എന്നാണുള്ളത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, ശരിക്ക് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഓദിപ്പിക്കുക. വൈലുൽ ലിൽ മുത്തഫിഫീൻ. രണ്ടാമത്തെ ആയത്ത് അല്ലദീന ഇദാ എന്നാണുള്ളത്. ഇദാ അലിഫുണ്ട്. الذين إذا اكتالوا على الناس يستوفون. ഇവിടെ തുടക്കത്തിൽ ആ എന്നാണ് വായിച്ചിട്ടുള്ളത്, അലിഫും ലാമും. പ്രിയമുള്ള രക്ഷിതാക്കളെ ശ്രദ്ധിക്കുക. മക്കളൊക്കെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലദീന, ഇവിടെ ആ നില്ല, ഈ നില്ല, ഊ നില്ല. പിന്നെ അലിഫിന്റെ മുകളിൽ ഒരു ചെറിയ ഒരു ചിഹ്നമാണുള്ളത്. അത് അലിഫും ലാമും വന്നാൽ പിന്നെ അവിടെ ആ എന്ന് വായിക്കുക. അത് ഊന്ന് വായിക്കരുത്. ലൊമ്മല്ലത്, ഫത്ഹോ അല്ല, കെസറ ഏതായാലും അല്ലല്ലോ. അപ്പൊ അലിഫും ലാമും തുടക്കത്തിൽ വന്നാൽ എന്തേ പറഞ്ഞ മക്കളെ, അലിഫും ഇവിടെ അലിഫ് കണ്ടില്ലേ, പിന്നെയുള്ള ലാമാണ്. ഇങ്ങനെയുള്ള തുടക്കത്തിൽ ആ എന്നുള്ള സ്ഥലത്ത് ആ തന്നെ വായിക്കണം. ഇവിടെ ഇപ്പൊ ആന്നും ഈന്നൊന്നുമില്ല, അലിഫും ലാമും ആണെങ്കിൽ പിന്നെ ആന്ന് വരുള്ളൂ. അല്ലദീന ഇദാ എന്നാണുള്ളത്. ശേഷമുള്ളത് ഒരു അലിഫ് കണ്ടില്ലേ, ഇദാ കഴിഞ്ഞതിന് ശേഷം ഒരു അലിഫ്, ഇതന്റെ കൂടെ ഒരു അലിഫുണ്ട്. അതിന് ശേഷം മറ്റേ ചിഹ്നമുള്ള അലിഫ് കണ്ടില്ലേ, അതൊരു സ്വാദിന്റെ ചെറിയ ഒരു കുട്ടിയാണ് അല്ലേ. സ്വാദ് മുറിച്ചിട്ടുള്ള ഇതാണ്, ചിഹ്നമാണ്. സ്വാദുണ്ടല്ലോ, സ്വാദക്ഷരം. അപ്പൊ അത് ആ ഒരു ചിഹ്നമാണ്. അതെന്താണ്, ചേർത്തി വായിക്കേണ്ട സമയത്ത് അത് പറയൂല. ചേർത്തി വായിക്കേണ്ട സമയത്ത് അത് ഒഴിവാക്കിയിട്ടാണ് വായിക്കേണ്ടത്. ഇതാക്താലു അവിടെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. ഇതാ നീട്ടാനുണ്ടെങ്കിൽ പിന്നെ സുക്കൂന് വന്നാൽ അല്ലേ, നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഉച്ചരിക്കുന്ന അടുത്ത പറയുന്ന അക്ഷരം സുക്കൂനോ ശബ്ദോ ആണെങ്കിൽ നീട്ടുകയില്ല എന്നാണ്. അപ്പൊ ഇതാക്ക് എന്ന് പറയാ, ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ. ഓക്കെ അല്ലേ? അലന്നാസി യസ്തൗഫൂൻ. وإذا كالوهم أو وزنوهم يخسرون. وإذا كالوهم ഔ എന്ന് പറയത് ഒരു വാവേ പറയും, രണ്ടാമത്തെ വാവേ പറയുള്ളൂ. ആദ്യത്തെ വാവിന് എന്തില്ല, ഫത്ത് കസറൊന്നുമില്ല. അപ്പൊ അത് ആ ആദ്യത്തെ വാവിന് രണ്ടാമത്തെ വാവിന് കൊടുത്തു. അവസനൂഹും യുഖ്സിറൂൻ. നാലാമത്തെ ആയത്ത് നോക്കി, അലാ യദുന്നു. അവിടെ എന്താ ഒരു പ്രത്യേകത, നൂന് മീമിന് ശബ്ദ ഉണ്ടെങ്കിൽ മക്കളെ ഒന്ന് ജസ്റ്റ് ഒന്ന് മണിക്കൽ ഇങ്ങനെ പറയാം. എങ്ങനെ പറയാ?
അലാ യളുന്നു ഉലൈക, അവിടെ ഉലായിക്ക എന്ന് പറയുന്നത് ആ വാവിൻ്റെ മുകളിൽ സുക്കൂനല്ല. നമ്മളിപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് മദ്രസയിലൊക്കെ പഠിക്കുന്ന മക്കളൊക്കെ ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഇതുപോലെയുള്ള മുസഹഫ്, ഇത് പിന്നെ നമ്മൾ സ്ക്രീനാണ്, ഈ എഴുത്തുള്ള മുസഹഫാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ ആ വാവിൻ്റെ മുകളിൽ ഒരു 0 മാർക്ക് കാണാം. അത് സുക്കൂനല്ല. സുക്കൂന് ചിഹ്നം നോക്കി നമ്മൾ യുഹ്സിറു എന്നുള്ളിടത്ത് കണ്ടില്ലേ, യുഹ്സിറു എന്നുള്ളിടത്ത് അവിടെ ചിഹ്നം കണ്ടില്ല, അതാണ് സുക്കൂന്. അങ്ങനെയാണ് സുക്കൂന് വരിക, മറ്റേത് സുക്കൂനല്ല. അപ്പം അത് മനസ്സിലാക്കുക. അങ്ങനെ വന്ന ആ അക്ഷരം എന്ത് ചെയ്യൂല, ഉച്ചരിക്കൂല. അപ്പോൾ അലാമിൻ്റെ അവിടെ ഒരു മദ്ദുണ്ട്, ഒരു വളഞ്ഞ ചിഹ്നം കണ്ടില്ലേ, അത് എന്തിനുള്ളതാണ്, നീട്ടാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് ഓരോന്നായിട്ട് അറിയുന്ന കുട്ടികളുണ്ടാവും, അറിയാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും കൂടി പിന്നെ പറ്റിയ ക്ലാസ് ആയതുകൊണ്ടാണ് എല്ലാം പിന്നെ വിശദമായിട്ട് പറയുന്നത്. മുതിർന്ന ആളുകൾക്ക് പ്രത്യേകമായിട്ട് പഠിക്കാൻ പറ്റിയ നമ്മുടെ മറ്റൊരു ചാനലുണ്ട്. വേണമെങ്കിൽ ഇതിൻ്റെ താഴെ ആവശ്യപ്പെട്ടാൽ അതിൻ്റെ ലിങ്ക് വിട്ടുതരാം. മദ്രസ ഖുർആൻ പഠന സഹായി എന്നുള്ളതാണ്. ആദ്യമായിട്ട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ എന്ത് ചെയ്യുക, ഒന്ന് സെർച്ച് ചെയ്തുകൊണ്ട് പിന്നെ എന്ത് ചെയ്താമേ, അത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. യൂട്യൂബിൽ എന്ത് ചെയ്യുക, മദ്രസ ഖുർആൻ പഠന സഹായി. ഈ ചാനലിൻ്റെ പേരെന്താ, മദ്രസ ഖുർആൻ മദ്രസ പഠന സഹായി. മറ്റേത് മദ്രസ ഖുർആൻ പഠന സഹായി. മുതിർന്ന ആളുകൾക്കൊക്കെ ഏത് വയസ്സില്ലാത്ത ആൾക്കാർക്കും വയസ്സുള്ള ആൾക്കാർക്കും ഉമ്മമാർക്കും ഉപ്പമാർക്കൊക്കെ പറ്റിയ ക്ലാസ്സാണ്. അപ്പോൾ അലാ യളുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ. ഇനി കൂടുതൽ പറയാണ്, ആവശ്യക്കാർക്ക് എന്ത് ചെയ്യുക, ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ലിയൗമിൻ അളീം, ഇവിടൊക്കെ നമ്മൾ നീട്ടണം അവസാനം. മബ്ഊസൂൻ ലിയൗമിൻ അളീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. ലിറബ്ബില്ല എന്ന് പറയുന്നത് ലിറബ്ബിൽ ആലമീൻ. ആലമീൻ എന്നല്ല, അതിനെ ഇവിടുന്ന വരണ്ടേ, നമ്മളെ കഴുത്തുണ്ടല്ലോ, തൊണ്ടയുടെ മധ്യഭാഗത്ത് വരണ്ടേ ആലം. ആന്നാണെങ്കിൽ ഏറ്റവും മടിയെന്ന് വരുന്നത് ആലമീൻ. ഇത് ആലമീൻ. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ, അതൊന്നും പറഞ്ഞ് ഇങ്ങനെ ശീലാക്കണം. നമുക്ക് മെല്ലെ പഠിക്കാം. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. അടുത്തൊന്ന് വായിച്ചു നോക്കി, ഓതി നോക്കി. കല്ല, മതിയോ? ഒരു മദ്ദുണ്ട്, വളഞ്ഞ ചിഹ്നം കണ്ടില്ല, എന്തിനാ കുറച്ചുകൂടി നീട്ടണം. കല്ല ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ. അവിടെ ഒരു അലിഫ് കണ്ടില്ല, ചെറിയൊരു അലിഫ്, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ നീട്ടാനുള്ള. കിതാബ കഴിഞ്ഞതിന് ശേഷം ആ അലിഫ് ഹംസത്തുൽ വസ്ൽ ആണല്ലേ, ആ അലിഫ് കണ്ടില്ലേ, അത് ഉച്ചരിക്കൂല. പിന്നെ ലാമിന് സുക്കൂനാണ്. അപ്പൊ കിതാബൽ എങ്ങനെ വായിക്കാം, കിതാബൽ കൂട്ടി വായിക്കണം. നമ്മൾ എല്ലാം കൂട്ടി വായിക്കാൻ പഠിക്കണം. അറിയാത്ത കുട്ടികൾ എങ്ങനെ വായിക്കാം, കല്ല കല്ല, ഇന്ന ഇന്ന, കിതാബ കിതാബ. അൽ ഫുജ്ജാരി എന്ന് വായിക്കരുത്. അവിടെ വായിക്കുമ്പോൾ എന്ത് ചെയ്യണം, കിതാബൽ നേരെ ഇങ്ങോട്ട് കൂട്ടി വായിക്കണം. പ്രത്യേകം രക്ഷിതാക്കളൊക്കെ എന്ത് ചെയ്യാൻ നിന്ന് ശ്രദ്ധിക്കാം. കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ വമാ അദ്റാക മാ സിജ്ജീൻ വമാ അദ്റാക أدراك ما سجين وما أدرا അവിടെ അലിഫാണ്, യാവ് പോലെ തോന്നുമെങ്കിലും أدراك ما سجين. പിന്നെയുള്ളതോ കിതാബും മർഖൂം, അവിടൊക്കെ അവസാനം നീട്ടി. സിജ്ജീൻ മർഖൂം കിതാബും മർഖൂം.
വൈലു യൗ വൈലു യൗ വൈലു യൗ ലു യൗ വൈലു യൗ വൈലുൻ യൗ എന്ന് പറയുന്നത് വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. നേരത്തെ പറഞ്ഞു ഓർമ്മല്ലോ 11-ാമത്തെ ആയത്ത് നോക്കി. അവിടെ വായിക്കുക ആന്ന ഈന്ന ഊന്ന് വായിക്കുക. അലിഫുണ്ട് ലാമുണ്ട്. അപ്പോ ഈന്നാണോ? അല്ല. അല്ലദീന യുകദ്ദിബൂന ബിയൗമി അദ്ദീന്ന് വായിക്കരുത്. ബിയൗമിദ്ദീ. ലാമിന് സുക്കൂനില്ല. ലാമിന് സുക്കൂനുണ്ടെങ്കിൽ എങ്ങനെ കൂട്ടി വായിക്കാം? ബിയൗമിൽ ദീ എന്ന് വായിക്കണ്ട്. ലാമിന് സുക്കൂൻ ഇല്ലാത്തത് കൊണ്ട് ബിയൗമിദ്ദീൻ. ലാം ഒഴിവാക്കി, അലിഫും ഒഴിവാക്കി. الذين يكذبون بيوم الدين وما يكذب به നീട്ടാനുണ്ട്. وما يكذب به إلا كل معتد أثيم إذا تتلى عليه آياتنا قال قال വായനർച്ച് പറയണം. قال أساطير الأولين إذا تتلى عليه ആയാതുന. അത് രണ്ടും വ്യത്യാസമുണ്ട്. ഒന്ന് അലൈഹി, അക്ഷരങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി ഒന്ന് ശ്രദ്ധിക്കുക മക്കളെ. നമ്മളും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. قال أساطير الأولين. ഈ 14-ാമത്തെ ആയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. كلا بل ران على قلوبهم ما كانوا يكسبون. كلا بل ران على قلوبهم. അവിടെ ആ മുകളിൽ ഒരു സീന് കണ്ടില്ലേ? മുകളിലാണ് സീന്. ആ സീന് അവിടെ എല്ലാം എന്ത് ചെയ്യുക? ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. ശ്വാസം വിടാതെ സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ സാധാരണ നമ്മൾ നിർത്തുമ്പോൾ ശ്വാസം വിടല്ലോ. അവിടെ എന്ത് ചെയ്യുക? ശ്വാസം വിടാതെ സ്റ്റോപ്പ് ചെയ്യുക. കല്ല ബൽ റാന അങ്ങനെ ഓതി പോവാ. അപ്പൊ അത് ശ്രദ്ധിക്കുക. കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. كلا إنهم عن ربهم يومئذ لمحجوبون. كلا إنهم عن ربهم എന്ന് പറയുന്നത് عن ربهم يومئذ لمحجوبون. كلا إنهم عن ربهم يومئذ لمحجوبون. 15 ആയത്താണ് ഓതിയത്. ഇൻഷാ അല്ലാഹ് സ്വദഖല്ലാഹുൽ അലിയ്യുൽ അലീം. അപ്പോൾ ഇനി ബാക്കി എന്ത് ചെയ്യുക? നമുക്ക് വരുന്ന ദിവസങ്ങളിലായിട്ട് ഓതാം. ഇൻഷാ അല്ലാഹ് ഉപകരിക്കും എന്ന് മനസ്സിലാക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല നാഫിയായ ഇൽമ്
അല്ലാഹു തആല വർദ്ധിപ്പിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ